തിരുപ്പിറവിക്കായുള്ള കാത്തിരിപ്പ് 8-ാം ദിനം. വിശുദ്ധ മത്തായി സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള തിരുവചനത്തിൽ നാം കാണുന്നു. ജോസഫ് വിവാഹം കഴിക്കാനിരിക്കുന്ന പെൺകുട്ടി ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്നു. അവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ജോസഫ്, മറിയത്തെ ഭാര്യയെ സ്വീകരിക്കുവാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ദൂതന്റെ ആ വാക്കുകൾ പിതാവ് ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയായിരുന്നു. വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 30 മുതൽ 38 വരെയുള്ള തിരുവചനത്തിൽ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മറിയത്തോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൂതന്റെ ഈ വാക്കുകൾ മറിയത്തിൽ ഒത്തിരിയേറെ അസ്വസ്ഥത ഉളവാക്കി. എന്നാൽ ആ അസ്വസ്ഥതയ്ക്കൊടുവിൽ മറിയം പറഞ്ഞ മറുപടി, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ദൈവ തിരുമനസ്സിന് മുമ്പിൽ അവൻ ആമേൻ പറയുകയായിരുന്നു. ഈ സംഭവങ്ങളെല്ലാം നാം കാണുന്ന ഒരു മനോഭാവമുണ്ട്, ചെറുതാകലിന്റെയും വിട്ടുകൊടുക്കലിന്റെയും മനോഭാവം. യഥാർത്ഥത്തിൽ ചെറുതാകുന്നതും വിട്ടുകൊടുക്കുന്നതുമല്ലേ ക്രിസ്മസ്. ചെറുതായിക്കൊണ്ടും ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ടും ഈ ക്രിസ്മസ് നമുക്ക് ചൈതന്യമുള്ളതാക്കാം. ആദ്യ മാതാപിതാക്കൾ ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെടുത്തിയ ദൈവ മനുഷ്യബന്ധത്തിന് പുനഃസ്ഥാപിക്കുവാനാണ് ദൈവോത്തരൻ ഭൂമിയിലേക്ക് വന്ന് പിറന്നത്. ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ട പർദീസയുടെ വാതിൽ തുറക്കപ്പെട്ട രാത്രിയാണ് ക്രിസ്മസ്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, അയൽ ബന്ധങ്ങളിൽ അകൽച്ചയും തകർച്ചയും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കണമെന്ന് ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിന് നാം ഉണ്ണീശോയുടെ ശൈലി പിന്തുടരണം. ദൈവമായിരുന്നിട്ടും ദൈവമായുള്ള സമാനത പരിഗണിക്കാതെ സ്വയം ശൂന്യനായിക്കൊണ്ട് പുൽക്കൂട്ടിൽ വന്ന് പിറന്നു. ഉണ്ണീശോയെ പോലെ ഒന്ന് എളിമപ്പെടാൻ, ഒന്ന് ചെറുതാകാൻ, ശൂന്യവൽക്കരിക്കപ്പെടാൻ തയ്യാറായാൽ നമ്മുടെയൊക്കെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും. നമ്മുടെ മുന്നിൽ പർദീസയുടെ വാതിൽ തുറക്കപ്പെടും. ഈ ക്രിസ്മസ് നാളുകളിൽ ഒന്ന് ചെറുതാകാൻ തയ്യാറായാൽ, ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ, ഒന്ന് എളിമപ്പെടാൻ തയ്യാറായാൽ, പരിശുദ്ധ അമ്മയെ പോലെ ദൈവ തിരുമനസ്സിന് മുമ്പിൽ ആമേൻ പറയാൻ തയ്യാറായാൽ, പിതാവിനെ പോലെ ദൈവികം നിറവേറ്റാൻ തയ്യാറായാൽ നമ്മുടെയൊക്കെ രാവുകളും ക്രിസ്മസ് രാവുകളായി മാറും. സ്തുതിയായിരിക്കട്ടെ.